ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ചെടി റിലേറ്റഡ് വീഡിയോ അല്ല കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം മുൻപ് ഫാം വില്ല വിസിറ്റ് ചെയ്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ നമ്മൾ അതിന് തൊട്ടടുത്തുള്ള നമ്മുടെ മറൈൻ വേൾഡ് ചാവക്കാട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഫാം വില്ലയും മറൈൻ വേൾഡും വളരെ അടുത്താണ്. അപ്പോൾ അവിടെയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ മുൻപ് ഒരിക്കൽ പോയിട്ടുള്ളതാണെങ്കിൽ കൂടി ഒരിക്കൽ കൂടി ചാവക്കാട് പഞ്ചവടിയിലാണ് കേട്ടോ ഈ ഒരു മറൈൻ വേൾഡ് വരുന്നത്. നമ്മൾ കഥകളിലും അതുപോലെ തന്നെ ആനിമൽ പ്ലാന്റിലും ഡിസ്കവറിയിലൊക്കെ മാത്രം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കുറേയേറെ മറൈൻ വേൾഡിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചാവക്കാട് പഞ്ചവടിയിലോട്ട് വരുമ്പോൾ നമ്മൾ മറൈൻ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അവിടെ എത്തും. പക്ഷേ ഇപ്പോൾ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പിന് അന്ധമായി വിശ്വസിക്കരുത്. പഞ്ചവടിയൊക്കെ എത്താറാവുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് അടുത്തൊക്കെ ഒന്ന് ചോദിച്ചതിന് ശേഷം മാത്രം. പിന്നെ പ്രത്യേകിച്ച് സൂചനാ ബോർഡുകളൊക്കെ കാണാം. അതുകൊണ്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ കാര്യങ്ങൾ. വിശാലമായ നല്ലൊരു പാർക്കിംഗ് ഏരിയ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഫെസിലിറ്റി അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീൽ ചെയറിൻ്റെ ഒക്കെ ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കൊക്കെ സുഖമായിട്ട് വീൽ ചെയറിലിരുന്ന് കാണാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഈ ഒരു പാർക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ എൻട്രൻസിൽ നിന്ന് കുറച്ച് കാണാനൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും. അതൊക്കെ കണ്ടൊന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ടിക്കറ്റ് കൗണ്ടറാണ് വരുന്നത്. ടിക്കറ്റിന് റേറ്റ് വരുന്നത് 60 വയസ്സ് വരെയുള്ളവർക്ക് 400 രൂപയും അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് 350 രൂപയും പിന്നെ കുട്ടികൾക്ക് 10 വയസ്സിന് താഴെ, അതായത് 3 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 280 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 കാറ്റഗറിയിലും ആൾക്കാരുണ്ടായിരുന്നു. അമ്മ 60+, അതുപോലെ തന്നെ ലച്ചു 10 ഇയേഴ്സിൻ്റെ താഴെ, പിന്നെ ഞാനും അനിയനും ഒരു 60യുടെ താഴെ വരുന്ന, അങ്ങനെ നമുക്ക് 4 കാറ്റഗറിയിലും ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എൻട്രൻസിലോട്ട് നമ്മൾ അത് ടിക്കറ്റൊക്കെ എടുത്ത് നേരെ വരുമ്പോൾ റൈറ്റ് സൈഡിൽ ടോയ്ലറ്റിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർ അവിടെയൊക്കെ പോയതിന് ശേഷം ഉള്ളിലോട്ട് കയറുക, കാരണം കുറച്ചധികം നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ സെക്യൂരിറ്റി അതുപോലെ തന്നെ ഗാർഡൊക്കെ നമുക്കതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഫ്ലാഷ് ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കരുത്. അതുപോലെ തന്നെ പിന്നെ അക്വേറിയത്തിൻ്റെ ഒന്നും ഗ്ലാസ്സിൽ നമ്മൾ ടച്ച് ചെയ്യരുതെന്നും പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൗതുകം കൊണ്ട് അത് ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു കാണാനുള്ള ഭംഗിയൊക്കെ നഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം ടച്ച് ചെയ്യരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു അടിപൊളി ഒരു കാർ അക്വേറിയാണ് കാണാൻ പറ്റുന്നത്. ഒരു കാറ് ഒരു അക്വേറിയായിട്ട് മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ ഭംഗിയുള്ള കളർഫുള്ളായ ഫിഷുകൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒരു സിലിണ്ടർ അക്വേറിയാണുള്ളത്. അതിലും ഇതുവഴി പറഞ്ഞ പോലെ ഒരുപാട് ഫിഷുകളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള ഫിഷുകളും. പിന്നെ ഉള്ളിലൊരു കരിങ്കല്ലിൻ്റെ ഒരു കൊത്തി വെച്ച നല്ല ഭംഗിയുള്ള ഒരു രൂപമുണ്ട്. അത് ഈ ഒരു സിലിണ്ടർ അക്വേറിയത്തിന് കൂടുതൽ ഭംഗി കൊടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. മുൻപ് നമ്മൾ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിനാണെങ്കിൽ ആ കണ്ടതൊന്നും ഓർമ്മ ഉണ്ടായിരിക്കില്ല, കാരണം ഒരു 1.5 വർഷം മുൻപായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ടിക്കറ്റ് റേറ്റും ഇതിനേക്കാളും കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് മൊത്തത്തിലുള്ളൊരു ഇരുട്ടും ഈ ഫിഷുകൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന ആ ഒരു ലൈറ്റൊക്കെ ആയിട്ട് നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെയാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുന്ന നേരത്ത് തോന്നുന്നത്. അപ്പോൾ ലച്ചു ഇവിടെ ഓരോ ഫിഷിനും വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് അതേപോലെ ആ ഒരു ഫേസൊക്കെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാനൊക്കെ ആൾ ശ്രമിക്കുന്നു. അപ്പോൾ ലച്ചു പറയുന്ന ഈ ഒരു ഫിഷ് ലച്ചുവിനെ കണ്ടപ്പോൾ ലച്ചുവിനൊരു ഉമ്മ കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ മൂപ്പരും തിരിച്ചൊരു കിസ്സൊക്കെ കൊടുക്കുന്ന പോലെ ആക്ഷനൊക്കെ കാണിച്ചു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഇത്തിരി കോപ്രായങ്ങളൊക്കെ വേറെ 2 സൈഡിലും നടക്കുന്നുണ്ട്. കുഞ്ഞിനും ഭയങ്കര കൗതുകത്തിലാണ് കേട്ടോ. ഓരോ ഫിഷിനെയും കാണുമ്പോഴും എനിക്ക് ഓരോന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്, അതെന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഫിഷ് ഇവിടെ വന്നിങ്ങനെ തലയാട്ടുന്ന പോലെ കാണിക്കാന്ന് പറഞ്ഞ് ലച്ചു അതുപോലെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സൈഡിൽ നമ്മുടെ അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ, അപ്പോൾ ഓരോ അക്വേറിയത്തിലും ഓരോ ശില്പങ്ങളൊക്കെ വെച്ച് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു മത്സ്യകന്യക കിടക്കുന്നുണ്ട്. ഇതും നമ്മൾ കഥകളിൽ കണ്ടും കേട്ടും പരിചയിച്ച ആൾക്കാരാണ്. അങ്ങനെ കുറച്ച് അക്വേറിയങ്ങളൊക്കെ 2 സൈഡിലും കണ്ടുവരുമ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കയറുമ്പോൾ നമ്മളടുത്ത് ഷൂസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഈ നടക്കുന്ന ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ കുറേ ഫിഷുകൾ ഇങ്ങനെ, അതും വലിയ ഫിഷുകൾ പോകുന്നത് കാണുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ കുറച്ചുകൂടെ ലൈറ്റ് കൊടുക്കണമായിരുന്നു, എന്നാലാണ് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഫിഷിനൊക്കെ കാണാൻ പറ്റുക എന്നുള്ള ഒരു ചെറിയൊരു അഭിപ്രായം നമുക്കുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ബ്രിഡ്ജൊക്കെ കയറി ഇറങ്ങി വരുമ്പോഴാണ് എല്ലാവർക്കും വലിയ താല്പര്യമുള്ളൊരു കേസാണ് കേട്ടോ അടുത്തത്. ഫിഷ് സ്പാ ആണ് ഇവിടെ. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ചാർജിൽ ഫ്രീ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഫിഷ് സ്പാ. ബാക്കിയുള്ളടത്ത് 100ഉം അതിൻ്റെ മുകളിലൊക്കെ ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ടിക്കറ്റിൽ ഈ ഒരു ഫിഷ് സ്പാ എല്ലാവരും നല്ല ഭംഗിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ കാലിലും വന്ന് നല്ല സ്പാ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ ഫിഷൊക്കെ.
ഇപ്പോൾ കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും നല്ല ഭംഗിയുള്ള പവിഴപ്പുറ്റുകളും അതുപോലെ കടലിനോട് സാദൃശ്യമുള്ള കുറേ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല കൗതുകമുള്ള കാഴ്ചകൾ തന്നെയാണ്. നമ്മൾ ഒരു സെക്ഷൻ കഴിഞ്ഞ് വേറൊരു സെക്ഷനിലേക്ക് കടക്കുമ്പോൾ ആ ഒരു എന്താ പറയുക ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഒരു കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഓരോ സെക്ഷനിലും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഭാഗത്തോട്ടും കടക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു കൗതുകം ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കൊടുത്ത് ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യം അതുപോലെ തന്നെ ഫിഷിന് ഫീഡ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നല്ല ലൈറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ശരിക്കും കടലിൻ്റെ അടിയിലേക്ക് പോയ ഒരു ഫീലിംഗ് ഒക്കെ കൊടുക്കുന്ന രീതിയിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതും കഴിഞ്ഞ് ഒരു ഷാർക്കിൻ്റെ വായിലൂടെ നമ്മൾ പുറത്തോട്ട് കടക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ നമ്മൾ വരുന്നത് കുറച്ചൊരു എന്താ പറയുക ലൈറ്റ് ഒരു വ്യത്യാസം വന്നു കണ്ട ഒരു ഗോൾഡൻ കളർ ലൈറ്റാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ ലച്ചു അതിവിദഗ്ധമായിട്ട് കുറച്ച് മുതലക്കുട്ടികളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആമയും അതിലുണ്ട് കേട്ടോ. അപ്പോൾ ലച്ചുവിന് മുന്നേ ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് കറക്റ്റായിട്ട് ഓർമ്മ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ഓരോ സംഭവങ്ങൾ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ കയറി ചെല്ലുന്നത് ഒരു ആർട്ടിഫിഷ്യൽ റെയിൻ ഫോറസ്റ്റിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. കുറച്ച് ഗ്രീനറി കറക്റ്റ് എന്താ പറയുക ഒറിജിനൽ മരമാണെന്ന് തോന്നിട്ടോ. ഇതൊക്കെ അത്രയും ഭംഗിയായിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. എന്താ പറയുക ദൈവം അനുഗ്രഹിച്ച് നല്ല കഴിവുകൾ കൊടുത്തിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. കാരണം അത്രയും ഒറിജിനാലിറ്റിയാണ് നമുക്ക് ഈ മരത്തിനൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുഞ്ഞൊരു റെയിൻ ഫോറസ്റ്റ് ആണ് കേട്ടോ ഇത്. ഫോട്ടോ എടുക്കാനുള്ള ഒരു തിരക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത്. അത്രയും ഭംഗിയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ റെയിൻ ഫോറസ്റ്റിലോട്ട് കിടക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യും. നല്ല ഭംഗിയുള്ള മരങ്ങളും അതുപോലെ തന്നെ ഒരു തടാകം, അതിലോട്ട് ഒഴുകി വരുന്ന കാട്ടുചോലകളും അരുവികളും കുറേ മരങ്ങൾ മാത്രമല്ല കേട്ടോ കുറേ മൃഗങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഭാഗം. ആ ഒരു ഭാഗം കഴിഞ്ഞ് നമ്മൾ താഴോട്ടാണ് കേട്ടോ പിന്നെ ഇറങ്ങി വരുന്നത്. അപ്പോൾ താഴോട്ട് ഇറങ്ങി വന്ന ചെറിയ ചെറിയ അക്വേറിയം പോലെ കുറേ ഫിഷുകളെ പല വെറൈറ്റി ഫിഷുകളെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അക്വേറിയത്തിലാക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അക്വേറിയത്തിൽ കാണുന്ന ടൈപ്പ് ഫിഷുകളും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഈ ഒരാളെ മാത്രം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഫൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ ഫിഷുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഞാനിങ്ങനെ ഫിഷ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ടെങ്കിലും ഓരോ ഫിഷിൻ്റെയും പേരും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും അതിൻ്റെ ആ ഒരു അക്വേറിയത്തിൻ്റെ തൊട്ടടുത്ത് ഓരോ അക്വേറിയത്തിൻ്റെയും തൊട്ടടുത്തായിട്ട് ഒരു ബോർഡിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സമയമെടുത്ത് കാണാനും ഓരോ ഫിഷും കുറേ നേരം നിന്ന് കാണാനും അതിൻ്റെ വെറൈറ്റികളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളൊക്കെ ആസ്വദിക്കാൻ നമ്മൾ ഫിഷ് അല്ല എന്ന് കരുതുന്ന കുറേ സംഭവങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മൂവിൻ്റെതായിട്ടൊക്കെ കാണാം. അങ്ങനെ ഒരുപാട് വെറൈറ്റികളുള്ള ഒരു എന്താ പറയുക ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റായ പബ്ലിക് അക്വേറിയം എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര കണ്ട് ഫിഷുകളെ അതിൻ്റെ ഉള്ളിൽ എക്സ്പെക്റ്റ് ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പുറത്ത് ദുബായിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇതുപോലത്തെ അക്വേറിയം കാണാത്ത ആൾക്കാർക്ക് ഇത് ഭയങ്കര കൗതുകമായിട്ട് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു അക്വേറിയം കണ്ട് അതുമായി യാതൊരു ബന്ധവും തോന്നാത്ത രീതിയിൽ തൊട്ടടുത്ത അക്വേറിയം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഭംഗിയായിട്ടുള്ള ആർട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഓരോ മലനിരകളും അല്ലെങ്കിൽ ഒരു ചെറിയ കാടിൻ്റെ ഉള്ള തടാകം പോലെയോ അതിലെ ഉള്ളിൽ ആ ഫിഷ് നാച്ചുറലായിട്ട് കിടക്കുന്ന ഒരു ഫിഷ് പോലെയൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ കണ്ട ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടമൊക്കെ കൊടുത്തിട്ട് ആ രീതിയിൽ ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ സീലിങ്ങിലും ഇതേപോലെ ഓരോ ആർട്ടുകൾ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഷാർക്കൊക്കെയാണ്. അപ്പോൾ ഇവിടെ ശുദ്ധജല മത്സ്യങ്ങൾ മാത്രമല്ല കടലിലുള്ള മത്സ്യങ്ങളും ഈ ഒരു അക്വേറിയത്തിലുണ്ട് കേട്ടോ. ഇത് ഷാർക്കാണ്. അപ്പോൾ ലച്ചു കണ്ടോ എനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ലച്ചുവിന് ഒരുപാട് വെറൈറ്റി ഫിഷുകളുടെ പേരൊക്കെ മൂപ്പരിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആളിവിടെ ബോർഡിൽ നോക്കി പറഞ്ഞതാണോ ഇനിയിപ്പോൾ ഷാർക്കിൻ്റെ രൂപം കണ്ട് പറഞ്ഞതാണോ എന്നും അറിയില്ല. പിന്നെ നമ്മൾ പണ്ട് പഠിച്ച പോലെ 1ലും 2ലും പഠിച്ച കാര്യങ്ങളല്ല ഇപ്പോഴത്തെ കുട്ടികൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസമായിരിക്കും ചിലപ്പോൾ. ഇന്നത്തെ നമ്മുടെ യാത്രയിൽ മറൈൻ വേൾഡ് ഒരു പ്രതീക്ഷിക്കാത്തൊരു കാര്യമായതുകൊണ്ട് ഫോൺ അതിന് മാത്രം ഞാൻ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫോൺ ഇങ്ങനെ യൂസ് ചെയ്ത് ചാർജ് ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അനിയൻ വന്നിട്ട് ഇങ്ങനെ പോവാന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഫോൺ ഫുൾ ചാർജ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ എത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോണൊക്കെ ബാറ്ററി ഇങ്ങനെ ലോ ആയി തുടങ്ങിട്ടോ. എന്നാലും ഞാൻ മാക്സിമം ഈ ഒരു അക്വേറിയം കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വീട്ടിലൊക്കെ നമുക്കിങ്ങനെ കൂടുതൽ ഈ നല്ല ഭംഗിയുള്ള അക്വേറിയം ഫിഷിനെയൊക്കെ വളർത്താൻ പെൺകുട്ടികളെക്കാളും കൂടുതൽ ആൺകുട്ടികൾക്ക് താല്പര്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫിഷുകളോടും അതുപോലെ തന്നെ ഓർണമെൻ്റൽ ഫിഷിനോടൊക്കെ കൂടുതൽ താല്പര്യമുള്ളവർക്ക് വന്ന് കണ്ട് ഒരുപാട് നേരം കണ്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു
അത്രയും ഫിഷസും അത്രയും വെറൈറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ കളർഫുള്ളായ മീനുകളെയും കാണുമ്പോൾ നമ്മളിങ്ങനെ ഇത്രയും പ്രായമായിട്ടും നമുക്ക് ആ ഒരു കൗതുകം ഉണ്ടല്ലോ. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് അത് ഭയങ്കര എക്സൈറ്റഡ് ആയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ തിരണ്ടി കണ്ടോ, നമ്മൾ വല്ല ട്രിപ്പൊക്കെ പോകുമ്പോൾ എനിക്ക് ഈ മലയും കാടൊക്കെ പോകുന്നേക്കാളും ബീച്ച് പോകുന്നതാണ് കൂടുതൽ ഇഷ്ടമുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ അതവിടെ എന്താ പറയുക, ആഗ്രഹങ്ങളുടെ ലിസ്റ്റിലുള്ള ഗോവ, ലക്ഷദ്വീപ് പോലെ കുറച്ച് ചെറിയ ലിസ്റ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എത്തിയ ഒരു ചെറിയ ഫീലിംഗ് നമുക്കിങ്ങനെ മണലും അതിലുള്ള ഫിഷും ഒക്കെ കാണുമ്പോൾ തോന്നും കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനുകളിലൊന്നാണ് എന്താ പറയുക, ഒരു ടണലുണ്ട് നമ്മുടെ മുകളിൽ കൂടെ. ഫുൾ നമ്മൾ ആ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ് പുറത്തോട്ട് വരിക. അപ്പോൾ നമ്മുടെ ഫുൾ മുകളിലൊക്കെ ഇങ്ങനെ ഫിഷ്, നമ്മൾ ഇത്രയും നേരം ചെറിയ ഫിഷുകളും ഭംഗിയുള്ള ഫിഷുകളൊക്കെ കണ്ടു വന്നിട്ട് ഈ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ കടന്നു വരുന്ന നേരത്ത് ഇത്രയും വലിയ ഫിഷുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, കൊടുത്ത കാശ് മുതലാവുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. സാധിക്കുന്ന എല്ലാവരും തന്നെ മാക്സിമം പോയി കാണാൻ ശ്രമിക്കുക. കാരണം അതൊരു വേറെ അനുഭവമാണ്. നമുക്കിങ്ങനെ വെറുതെ വീഡിയോയിലോ അല്ലെങ്കിൽ വെറുതെ എൻ്റെ വാചകടി ഒന്നും കേട്ട് മതിയാക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല. തീർച്ചയായും പോയി കാണാൻ ശ്രമിക്കണം കേട്ടോ എല്ലാവരും.